നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും മിനിറ്റ് ടു മിനിറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് തൈറോയ്ഡ് ഗ്രന്ഥി. എന്തുകൊണ്ട് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നു, ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, ഈ തൈറോയിഡിൻ്റെ ഫങ്ഷൻസിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? പല സന്ദർഭങ്ങളിലും ഹൈപ്പോതൈറോയിഡിസം വേണ്ടി വർഷങ്ങളോളം മരുന്ന് കഴിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു തൈറോയ്ഡ് സപ്ലിമെൻറ്റിൽ മാത്രം ഒതുങ്ങി നിർത്തേണ്ട ഒന്നല്ല തൈറോയിഡിൻ്റെ ചികിത്സാ രീതികൾ. ഇത്തരത്തിലുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തൈറോയിഡിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള എല്ലാം സംസാരിക്കാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ഹാർമണി സ്റ്റുഡിയോയിലുള്ളത് ഹാർമണിയിലെ തന്നെ ചീഫ് മെഡിക്കൽ അഡ്വൈസറും എൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള ഡോക്ടർ സുധീറാണ്. ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വളരെ നിസ്സാരമായിട്ട്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണേണ്ട ഒന്നാണോ, അതോ എത്ര ഗൗരവമാണ്, അല്ലെങ്കിൽ എത്ര വലിയൊരു ക്യാൻവാസാണ് ഒരു തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഒരു വ്യക്തിയുടെ ഹെൽത്തിലും പ്രൊഡക്ടിവിറ്റിയിലും ലൈഫിലും മറ്റ് ഫങ്ഷൻസിലും ഉണ്ടാക്കുന്നത്? ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുമ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന കണ്ടീഷനെയാണ്. അതായത് തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളിൽ കുറവ് വരുന്നു. പ്രധാനമായും തൈറോക്സിൻ എന്ന് വിളിക്കുന്ന ഹോർമോണിൽ കുറവ് വരുന്നു. തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രത്യേകത, ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ. ഒരുപക്ഷെ ജനിക്കുന്നതിന് മുമ്പ് നിന്ന് തന്നെ പറയേണ്ടി വരും, ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്കുൾപ്പെടെ അത് അമ്മയുടെ തൈറോയിഡ് ഹോർമോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞാൽ ശരീരത്തിനുണ്ടാകാവുന്ന ചില കോമൺ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പ്രധാനമായും നമ്മുടെ കൊളസ്ട്രോൾ ലെവലിലുണ്ടാകുന്ന വ്യതിയാനം, അഥവാ ഡിസ്ലൈപ്പിഡീമിയ. അതായത് ഉയർന്ന ബ്ലഡ് കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് ഉയർന്ന ട്രൈഗ്ലിസറൈഡ്, അത് ഉണ്ടാക്കുന്ന മറ്റ് റിസ്കുകൾ, അതായത് ഹൃദ്രോഗം, സ്ട്രോക്ക്. നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാം. മറ്റൊന്ന് അനീമിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും സ്ത്രീകളിൽ പ്രത്യേകിച്ചും ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത അനീമിയ പലപ്പോഴും ഒരു തൈറോയിഡ് ഡിസ്ഫങ്ഷൻ അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞതിൻ്റെ ഒരു ലക്ഷണമാകാം. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഇൻഫെർട്ടിലിറ്റി. മറ്റൊന്ന് ഹൃദ്രോഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹൃദ്രോഗം എന്നുള്ളത് ഒഴിച്ചാൽ, അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പേശികളെ തന്നെ പ്രൈമറിയായി ബാധിക്കാവുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പോതൈറോയിഡ്. മറ്റൊന്ന് നമ്മുടെ തലച്ചോറ്. ഏറ്റവും സാധാരണയായി ക്ലിനിക്കിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പഴയതുപോലെ ഓർമ്മയില്ല, പഴയതുപോലെ ഒരു ഉണർവില്ല, എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്നു, കൈൻഡ് ഓഫ് ബ്രെയിൻ ഫോഗ്. അപ്പോൾ കാര്യങ്ങളിൽ ശരിയായ വണ്ണം ഇടപെടാൻ കഴിയുന്നില്ല, തീരുമാനങ്ങൾ ശരിക്കെടുക്കാൻ കഴിയുന്നില്ല, മൊത്തത്തിലെല്ലാം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നു. നമ്മൾ ഒരുപക്ഷെ മലയാളത്തിൽ പറഞ്ഞൊരു മന്ദത വരും. മറ്റൊന്ന് തീർച്ചയായിട്ടും അമിതവണ്ണം. പലപ്പോഴും പല രീതിയിൽ പയറ്റി നോക്കിയിട്ടും ഡയറ്റ്, എക്സസൈസ് എന്ന് പലതരത്തിലുള്ള ഡയറ്റുകളും പലതരത്തിലുള്ള എക്സസൈസുകളും, കീറ്റോ, പ്ലാന്റ് ബേസ്ഡ്, ഫ്രൂട്ട് ജ്യൂസ് ഡയറ്റ്, ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടും നിങ്ങളുടെ വണ്ണം കുറയുന്നില്ലെങ്കിൽ തീർച്ചയായും തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. മിക്കവരും ആദ്യം തന്നെ ചെക്ക് ചെയ്യും. ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ അതിനെക്കുറിച്ചുള്ള അറിവ് കൂടിക്കൂടി വരികയാണ്. എങ്കിൽ പോലും വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഹൈപ്പോതൈറോയിഡിസം, പ്രത്യേകിച്ച് അമിതവണ്ണത്തിൽ. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള തൈറോയ്ഡ് പണിമുടക്കുന്നത് എപ്പോഴാണ് എന്ന് നമുക്ക് സംശയിക്കാൻ തക്കവണ്ണമുള്ള വ്യക്തമായിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയായിരിക്കണം? നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് ഓരോ പ്രായമനുസരിച്ച് നോക്കാം. ഒരു നവജാത ശിശു, അതിലാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട് കാണാവുന്ന ഒന്ന് സാധാരണ കാണുന്ന മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടിസ് ഓഫ് ദ ന്യൂ ബോൺ, അല്ലെങ്കിൽ നിയോനേറ്റൽ ജോണ്ടിസ്. അത് കുറയാതെ, സാധാരണ ഇതിൽ സമയമെടുത്തതും കുറയാതെ ഇത് പ്രൊലോങ്ഡ് ജോണ്ടിസ്. മറ്റൊന്ന്, കുട്ടി ഉണരുന്നില്ല, ഫീഡ് ചെയ്യാൻ പോലും ഉണരുന്നില്ല, കൂടുതൽ സമയം ഉറക്കം, മലബന്ധം, അതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടും കരച്ചിലും, മസിൽ ടോൺ, അതായത് സാധാരണ കുട്ടികളിൽ അറിയുന്നത് നെക്ക് മസിൽ ടോണാണ്. കാര്യം നമ്മൾ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തലേന്ന് കൈമാറ്റി കഴിഞ്ഞാൽ അവർ ഹെഡ് ഹോൾഡിങ് റിഫ്ലക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അവർ തല പിടിക്കും. പക്ഷെ അതില്ലാതെ വളരെ ഫ്ലാസിഡായിട്ട് കിടക്കാം, അത് പുവർ മസിൽ ടോൺ. പിന്നെ കരച്ചിലിൻ്റെ സൗണ്ടിൽ തന്നെ ഒരു വ്യത്യാസം, സാധാരണ കുട്ടികളുടെ പോലെയുള്ള ഒരു ഹൈ ഫ്രീക്വൻസി സൗണ്ട് അല്ലാതെ വളരെ ഹോഴ്സായിട്ടുള്ള ഒരു റഫായിട്ടുള്ള ക്രൈ. ഇനി കുട്ടികളിലേക്ക് വരികയാണെങ്കിൽ
ഹൈറ്റ് കൂടുന്നതിൻ്റെ ഒരു സ്പീഡ് ഉണ്ടാവില്ല. മറ്റൊന്ന് പല്ലുകളുടെ ഡെവലപ്മെൻറ്റാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, നമുക്കറിയാം. ഇപ്പോഴത്തെ പെൺകുട്ടികളിൽ കാണുന്നത് അവരുടെ ആർത്തവ ചക്രം തുടങ്ങാനുള്ള കാലതാമസം. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് ഏറ്റവും വ്യഥയുണ്ടാക്കുന്ന മറ്റൊരു സംഗതി കുട്ടികളുടെ സ്കൂൾ പെർഫോമൻസാണ്, അവരുടെ കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻ. ഇനി അഡൾട്ട്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊരു 18 വയസ്സ് മുതൽ ഉള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന ഏറ്റവും കോമൺ സിംറ്റംസിലൊന്ന് അമിതവണ്ണം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വണ്ണം വയ്ക്കുന്നു, അഥവാ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ് ഭൂഷണിച്ചു. മറ്റൊന്ന് സ്കിൻ, ഡ്രൈ സ്കിൻ. മറ്റൊന്ന് തണുപ്പ് സഹിക്കാനുള്ള പ്രയാസം, അഥവാ കോൾഡ് ഇൻടോളറൻസ്. കാരണം തൈറോയ്ഡ് ഹോർമോണാണ് ശരീരത്തിലെ ബേസൽ മെറ്റബോളിക് റേറ്റും ബോഡി ടെമ്പറേച്ചർ, ഹീറ്റ് പ്രൊഡക്ഷനും ബോഡി ടെമ്പറേച്ചർ മെയിൻ്റനൻസിലും ഗണ്യമായ പങ്ക് വഹിക്കും. കൂടുതലും ഈ സെൻസിറ്റിവിറ്റി കാണുന്ന കൈകളിലും കാലിലൊക്കെ ആയിരിക്കും. അതെ, അവർ ജനറലി അവർക്ക് ഫാൻ ഇട്ടാലിരിക്കാൻ കഴിയില്ല. മറ്റുള്ളവർ നല്ല ചൂടാണെന്ന് പറയുമ്പോൾ പോലും അവർക്ക് ഒന്നുകിൽ തണുപ്പ് തോന്നും, അല്ലെങ്കിൽ അവർ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. എ സി ടോളറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. മറ്റൊന്ന് പുരുഷന്മാരിലും പക്ഷേ വളരെ കൂടുതൽ പെൺകുട്ടികളിലും സ്ത്രീകളിലും കാണുന്നതാണ് മുടി കൊഴിച്ചിൽ. അതുപോലെ തന്നെ അവരിൽ ഉള്ള അവരുടെ ആർത്തവ ചക്രത്തിലുള്ള ഒരു മെൻസ്ട്രൽ ഹെൽത്തിലുള്ള വ്യത്യാസങ്ങൾ. മറ്റൊന്ന് കോൺസ്റ്റിപ്പേഷൻ. ഒരുപക്ഷെ അധികം ആരും ചിലപ്പം തുടക്കത്തിൽ വെളിയിൽ പറയാതിരിക്കും, പക്ഷേ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കോൺസ്റ്റിപ്പേഷൻ. ശബ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം ഒരുപക്ഷെ ഒരു ക്ലിനിക്കിൽ വരുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് തിരിച്ചറിയാവുന്ന ഒരു ലക്ഷണമാണ് ശബ്ദത്തിലുള്ള വ്യത്യാസം, കട്ടിയേറിയ ശബ്ദം. മുഖം വീർത്തിരിക്കുക, മുഖത്തിനുള്ള വീർപ്പ് അഥവാ പഫി ഫേസ് പലരിലും നമ്മൾ കാണാറുണ്ട്. അതുപോലെ പൊതുവെയുള്ള മസിൽ വീക്ക്നെസ്, പേശികളുടെ ഒരു ബലക്കുറവ്. ഇനി നമ്മുടെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ മേഖലയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഫോഗ് എന്ന് നമ്മൾ വിളിക്കുന്ന കൺഫ്യൂഷൻ, തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരേ സമയത്ത് പല കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഹൈപ്പോതൈറോയിഡിസത്തിൽ കാണാറുണ്ട്. സ്ലീപ്പിൻ്റെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും സ്ലീപ്പ് അമിതമായി പകൽ സമയത്ത് ഉറങ്ങാം, പക്ഷേ രാത്രിയിലത്തെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി പലരിലും വളരെ കുറവാണ്. പലർക്കും ഫ്രാങ്ക് ഇൻസോംനിയ അഥവാ ഉറക്കക്കുറവ് തന്നെ വരാറുണ്ട്. സ്പെസിഫിക് ആയിട്ട് തൈറോയ്ഡ് ഫങ്ഷൻസിനെ ടെസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആൾക്കാർ ഫുൾ തൈറോയ്ഡ് പാനൽ തന്നെ നോക്കാറുണ്ട്. TSH, T3, T4, FT3, FT4, റിവേഴ്സ് T3, അതുപോലെ പലതരത്തിലുള്ള ആൻറ്റിബോഡീസൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. സ്പെസിഫിക്സ് ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടൊരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട, ഒരു തൈറോയ്ഡ് ടെസ്റ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് സയൻസ് എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഹോർമോൺസ് അല്ല, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന TSH. അഥവാ TSH ആണ് T4 ആൻഡ് T3 എന്ന് പറയുന്ന തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന പ്രൈമറി ഹോർമോൺ. TSHനെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണുണ്ട്, അതാണ് തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, TRH. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈപ്പോതലാമസ്. അപ്പോൾ സാധാരണ TSHൻ്റെ അളവ് കൂടുന്നത് തൈറോയിഡിൻ്റെ T3യുടെയും T4ൻ്റെയും ഉൽപ്പാദനം കുറയുമ്പോഴാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തന്നെ പ്രവർത്തനം കുറഞ്ഞു, അപ്പോൾ T4 ഉത്തേജനം ആവശ്യമാണ്. T4ഉം T3യുടെ അളവ് കുറഞ്ഞു. T4ഉം T3യുടെ അളവ് കുറയുന്നത് പിറ്റ്യൂട്ടറി മനസ്സിലാക്കുന്നു. അതിനെ നമ്മളൊരു ഫീഡ്ബാക്ക് എന്നാണ് പറയുന്നത്, ഒരു ഹോർമോണൽ ഫീഡ്ബാക്ക്. T4ഉം T3യുടെ അളവ് പിറ്റ്യൂട്ടറി തിരിച്ചറിയുന്നു, അതിൽ കുറവ് മനസ്സിലാക്കുന്നു. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് അല്പം കൂടി സ്റ്റിമുലേഷൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കി TSHൻ്റെ അളവ് കൂടും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പോ തൈറോയിഡ് സെറ്റിങ്ങിൽ നമ്മൾ കാണുന്നത് TSH ഉയർന്നിരിക്കും, T4ഉം T3യും ചിലപ്പോൾ നോർമലായിരിക്കും. TSH കറക്റ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നോർമലായിരിക്കും. ചില കേസുകൾ T4ഉം T3യും കുറവുമായിരിക്കാം. അപ്പോൾ ഹൈ TSH, നോർമൽ ഓർ ലോ T3 ആൻഡ് T4 ഒരു ഹൈപ്പോതൈറോയിഡിസത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു സിനാരിയോ. അപ്പോൾ സ്പെസിഫിക്കായിട്ട് ഒരു അസസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, ഡയഗ്നോസിസ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ആക്ച്വലി അങ്ങനെ ടെസ്റ്റ് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവും ലോകത്തെമ്പാടുമുള്ള എല്ലാ മേജർ ഓർഗനൈസേഷൻസും റെക്കമെൻഡ് ചെയ്യുന്നത്
TSH ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു ബ്ലഡ് ടെസ്റ്റാണ്. ഓക്കെ, ഒട്ടുമിക്ക തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻസും പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡിസത്തിലും നമുക്ക് TSH വാല്യൂ കൊണ്ടൊരു തീരുമാനത്തിലെത്താൻ സാധിക്കും. എത്ര നോർമലായിട്ട് നമ്മൾ ഹൈ സെൻസിറ്റീവ് അവസ്ഥയാണെങ്കിൽ ഒരു 0.4 to 4.2, പക്ഷേ ലാബ് അനുസരിച്ച് വേരി ചെയ്യും. നിങ്ങളെപ്പോൾ ഒരു വാല്യൂ നോക്കുമ്പോഴും നിങ്ങളുടെ ലാബറട്ടറി റേഞ്ച് നോക്കുക. ആ ലാബറട്ടറി റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചും കൂടി അതിനെ ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സംശയമുള്ള ചില കേസുകളിൽ, ഒരു ഗ്രേ ഏരിയയിൽ നിൽക്കുന്ന ചില കണ്ടീഷൻസിൽ T4ഉം T3യും ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ഫ്രീ T3യും ഫ്രീ T4ഉം ചില കണ്ടീഷൻസിൽ ടെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഈ തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, സ്പെസിഫിക്കലി ഹൈപ്പോതൈറോയിഡിസത്തിൽ ഒരു വളരെ കോംപ്രിഹെൻസീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് രീതി എങ്ങനെയായിരിക്കണം? അല്ലെങ്കിൽ നമ്മൾ ഹാർമണിയിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വളരെയധികം ആൾക്കാർക്ക് നമ്മൾ ഇത്തരത്തിലുള്ള വളരെ കോംപ്രിഹെൻസീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് അവരുടെ തൈറോയ്ഡ് ഫങ്ഷൻസിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് എന്താണ്? ഓക്കെ, നമ്മൾ സാധാരണ സംസാരിക്കാറുള്ള പോലെ തന്നെ ഒരു ഫങ്ഷണൽ അപ്രോച്ചിലായാലും നമ്മളിപ്പോൾ ഹാർമണിയിൽ ഫോളോ ചെയ്യുന്ന അപ്രോച്ചിലായാലും ഒരിക്കലും ഒരു അവയവത്തിനെയോ ടിഷ്യൂവിനെ ഐസൊലേറ്റ് ചെയ്ത് കാണുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല, നമ്മൾ നേരത്തെ സംസാരിച്ചു തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉണ്ടാകാവുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങൾ ശരീരത്തിൽ ഒട്ടുമിക്ക സിസ്റ്റംസിനെയും കോശങ്ങളെയും ഇമ്പാക്റ്റ് ചെയ്യുന്നു. എല്ലാ ഏജ് ഗ്രൂപ്പിലും വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. അത് ഓർമ്മശക്തി കുറയുന്നു, വണ്ണം കൂടുന്നു, തൊലി പരിക്കനാവുന്നു, ശബ്ദം മാറുന്നു, ഒന്നിലും താല്പര്യമില്ലാതെയാവുന്നു, ഒരു അപ്പതി ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സിനാരിയോസ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു കണ്ടീഷനാണ് ഹൈപ്പോതൈറോയിഡിസം എന്നിരിക്കെ അതിനെയെല്ലാം ഒരു ചെറിയ പില്ലുകൊണ്ട് മാത്രം, അതായത് തൈറോക്സിൻ ഇത്ര മൈക്രോഗ്രാം കഴിക്കൂ എന്ന് പറയുന്ന ഒരു അപ്രോച്ച് നമ്മളൊന്നുകൂടെ പുനഃപരിശോധിക്കേണ്ടിയിരിക്കും. എനിക്കൊന്നിപ്പോൾ സുധീർ പറഞ്ഞൊരു കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 1891 ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു ഗ്ലാൻഡുലാർ തൈറോയിഡ് സപ്ലിമെൻ്റ് കൊണ്ടുള്ളൊരു ചികിത്സ തുടങ്ങിയത്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 125 പരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പക്ഷേ ട്രീറ്റ്മെൻറ്റിൻ്റെ സിംപ്ലിസിറ്റി കൊണ്ടാവാം, പക്ഷേ ഇപ്പോഴും ബയോളജിയും ഹോർമോൺ ഹെൽത്തും പിന്നെ ഫിസിയോളജിയും ഇത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടും ഇപ്പോൾ നമ്മൾ സംസാരിച്ച് അത്രമാത്രം കാരണങ്ങൾ അതിനുണ്ടെങ്കിൽ പോലും ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇതിനെ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഒരു തൈറോയ്ഡ് സപ്ലിമെൻറ്റിലോട്ട് മാത്രമാണ് ചികിത്സ പരിമിതം. അപ്പോൾ എക്സാക്ട്ലി ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് എങ്ങനെയായിരിക്കും? അതെ, ഇപ്പോൾ തൈറോയ്ഡ് ഇതിലേക്ക് പരിമിതപ്പെടാനുള്ളൊരു പ്രധാന കാരണം അത് വളരെ എഫക്റ്റീവാണ് എന്നുള്ളത്, ഈസിയാണ് ചെയ്യാനാണ്. ഒട്ടുമിക്ക കേസുകളിലും ഒരു പരിധി വരെ ഇത് എഫക്റ്റീവാണ്. എന്തുകൊണ്ടാണ്? പക്ഷേ അത് ശരിയാണെങ്കിൽ പോലും ഒരുപക്ഷെ ഇപ്പോഴും തൈറോയ്ഡ് സപ്ലിമെൻ്റ് കഴിക്കേണ്ട ഒരു ഡിപ്പെൻഡൻസിയിലൂടെ നമ്മൾ പിന്നെ അവസ്ഥ കൊണ്ട് എത്തുന്നില്ലേ? അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ആവശ്യം ശരീരത്തിൽ ദിവസം കണക്കിനല്ല മാറുന്നത്, ആൾമോസ്റ്റ് മൊമെൻ്റാണ് മാറുന്നത്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ, ഇൻസുലിൻ എങ്ങനെ മൊമെൻ്റ് കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആക്സലറേറ്റർ ഹോർമോണാണ് തൈറോയിഡ്. നമുക്കറിയാം, ഒരു വണ്ടി ഓടിക്കുമ്പോൾ ആക്സലറേറ്ററിൽ സദാ നമ്മുടെ കാല് വേണം, അല്ലേ? പ്രത്യേകിച്ച് ഒരു കയറ്റം കയറുമ്പോൾ ആക്സലറേറ്റർ കൂടുതൽ ഉപയോഗിക്കണം. ഇറക്കമാകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വിടാം. പക്ഷേ വണ്ടി സമനിരപ്പായ ഒരു സ്ഥലത്തുകൂടെ ശരിയായി വേണ്ട സ്പീഡിൽ നീങ്ങണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ആക്സലറേറ്റർ എപ്പോഴും ഉണ്ടായിരിക്കണം. ശരീരത്തിൻ്റെ ഈ ആക്സലറേറ്റർ ഹോർമോൺ തൈറോയിഡ് പ്രവർത്തിക്കാതാകുമ്പോൾ ന്യായമായി ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ ഇതോടെ കണ്ടു കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആക്സലറേറ്റർ സമയാസമയങ്ങളിൽ അതിന് വേണ്ട ഇൻറ്റൻസിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ട രീതിയിൽ വണ്ടി മുന്നോട്ട് പോകുന്നത്. ഇവിടെ ആ ആക്സലറേറ്ററിന് പകരം നമ്മളൊരു ട്രീറ്റ്മെൻറ്റായിട്ട് കൊടുക്കുന്ന ഒരു ഫിക്സ്ഡ് ഡോസ് ഒരു ഗുളികയായിരിക്കും. അത് 25 50 100. ഇത് കഴിച്ചു തുടങ്ങുന്ന ദിവസം മുതൽ അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത മാസവും ഓരോ ദിവസവും ശരീരത്തിന് ആവശ്യങ്ങൾ മാറി മാറി വരികയാണ്. ഇടയ്ക്ക് ഒരു ഇൻഫെക്ഷൻ വന്നു, ഇല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് വന്നു, ഇല്ലെങ്കിൽ കുറച്ച് ജോലി കൂടുതലായിട്ട് വന്നു. ഓക്കെ, ഇതെല്ലാം വരുമ്പോഴൊക്കെ തൈറോയിഡ് ഹോർമോണിൻ്റെ ആവശ്യം ശരീരത്തിൽ കൂടുകയാണ്. പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഫിക്സ്ഡ് ഡോസ് തൈറോയ്ഡ് പില്ലിന് കഴിഞ്ഞെന്ന് വരില്ല.
അപ്പോൾ പലപ്പോഴും ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാകും. പലപ്പോഴും അവർ തൈറോയ്ഡ് ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഇടയ്ക്കിടയ്ക്ക് ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക് വഴുതി വീഴുന്ന കാണാം. വേറെ രീതിയിൽ പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ കൊടുത്തത് കൊണ്ട് മാത്രം ദീർഘകാലം ഒരു വ്യക്തിയെ തൈറോയ്ഡ് അഥവാ തൈറോയിഡിൻ്റെ ഒപ്റ്റിമൽ പെർഫോമൻസ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ മറ്റ് അവന്യൂസും കൂടെ നമ്മൾ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെയാണ് ഒരു കോംപ്രിഹെൻസീവ് മാനേജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഒരു ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തൈറോയ്ഡ് സപ്ലിമെൻറ്റ്സ് കഴിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. സ്റ്റെപ്പ് നമ്പർ 1. ഓക്കെ, ഈ സ്റ്റെപ്പ് നമ്പർ 1 അല്ലാതെ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ നമ്മൾ പില്ലിൽ ഒതുങ്ങണ്ട, അതിന് പുറമെ എന്തൊക്കെ ചെയ്യാം നമുക്ക് നോക്കാം. നമ്പർ 1 വിൽ ബി ഫിക്സ് യുവർ ഗട്ട്. മേ ബി സ്റ്റെപ്പ് നമ്പർ 2. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 2 വിൽ ബി ഫിക്സിങ് യുവർ ഗട്ട്. കാര്യം ലീക്കി ഗട്ട് ആണ് ഇന്ന് മിക്ക ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിൻ്റെയും റൂട്ട് കോസ്. സോ വൺസ് യു ഫിക്സ് യുവർ ഗട്ട്, നിങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കുറഞ്ഞു വരുന്നു, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നു, തൈറോയ്ഡ് ഹോർമോണിലുള്ള നിങ്ങളുടെ ഡിപ്പെൻഡൻസ് കുറയും. അതായത് ഭക്ഷണത്തിലുള്ള ഫുഡ് ഇൻടോളറൻസ്, ചിലപ്പോൾ ഗ്ലൂട്ടൻ ആയിരിക്കാം, ഡയറി ആയിരിക്കാം, പീനട്ട് ആയിരിക്കാം, വെജിറ്റബിൾ ഓയിൽ ആയിരിക്കാം. ഒരു പക്ഷേ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനോട് ഒരു സപ്പോർട്ടോട് കൂടി ഗട്ടിനെ ശരിയാക്കുന്നു. ഗട്ട് ശരിയാകുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചുകൂടി ബെറ്റർ ആവുന്നു. ഇമ്മ്യൂൺ സിസ്റ്റം ബെറ്റർ ആകുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച വളരെ കോമൺ ആയിട്ടുള്ള ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. അതിനോടൊപ്പം തൈറോയ്ഡ് സപ്ലിമെൻറ്റ് കഴിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 3 എന്തായിരിക്കണം? സ്റ്റെപ്പ് നമ്പർ 3 വിൽ ബി ടു ഫിക്സ് യുവർ ന്യൂട്രീഷൻ. ഘട്ടമായി വളരെ റിലേറ്റഡ് ആണ്, എങ്കിലും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻസ്, പ്രത്യേകിച്ച് സെലീനിയം, സിങ്ക്, വൈറ്റമിൻ ഡി, അയൺ, ബി വൈറ്റമിൻസ്, ഇതെല്ലാം തൈറോയ്ഡ് പ്രവർത്തനത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൈക്രോ ന്യൂട്രിയൻസ്. T4 നിന്ന് T3 ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ സെലീനിയം ആവശ്യമാണ്. അതെ, അങ്ങനെയുള്ള മൈക്രോ ന്യൂട്രിയൻ. ഇവയെല്ലാം ആവശ്യത്തിന് ആഡിക്വേറ്റ് അളവിൽ ഒപ്റ്റിമൽ ലെവലിൽ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ഒരു ഭക്ഷണക്രമം നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഒരു അന്നജം കുറഞ്ഞ ഭക്ഷണ രീതി. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നത് വഴി ഡയറക്റ്റായിട്ട് തന്നെ എന്ന് പറയാം, അതിലേക്ക് നമുക്കിപ്പോൾ കടക്കാനുള്ള സമയമില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നത് വഴി തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിനെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഓക്കെ, മറ്റൊന്ന് തീർച്ചയായിട്ടും ആഡിക്വേറ്റ് പ്രോട്ടീൻ. ഏതൊരു ശരീരത്തിലെ ഏതൊരു സിസ്റ്റത്തിൻ്റെയും പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആഡിക്വേറ്റ് പ്രോട്ടീനും ആവശ്യം. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 4 വിൽ ബി ഫിക്സ് യുവർ ആക്ടിവിറ്റി ലെവൽസ്. ഒരു തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ അഥവാ തൈറോയ്ഡ് പ്രവർത്തനം കുറയുമ്പോൾ നമ്മളെല്ലാവരും സ്ലോ ആവുന്നു എന്നുള്ളതാണല്ലോ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കണ്ടത്. ഇതിൻ്റെ ഒരുപക്ഷെ ഒരു കൗണ്ടർ ഇൻഡ്യൂട്ടീവായിട്ടുള്ള റെമഡി ഈസ് ടു ഇൻക്രീസ് യുവർ മൂവ്മെൻറ്റ്. കാര്യം എക്സസൈസ് ഹാസ് ഷോൺ ടു ഇംപ്രൂവ് തൈറോയ്ഡ് ഫങ്ഷൻ, തൈറോയ്ഡ് ഹോർമോൺ റിലീസ്. കോശങ്ങൾക്ക് തൈറോയ്ഡ് ഹോർമോണിലെ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. ഏറ്റവും പ്രധാനം, നിങ്ങൾ എക്സസൈസും പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുന്നു, വിച്ച് ഇൻ ടേൺ ഇംപ്രൂവ്സ് യുവർ തൈറോയ്ഡ് പെർഫോമൻസ്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 5 വിൽ ബി ടു ഫിക്സ് യുവർ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന തൈറോയിഡ് പ്രവർത്തനമാണ് നിങ്ങളുടെതെങ്കിൽ, ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഫ്രാങ്ക് ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക് പോയിട്ടില്ല, അതിന് പല സ്റ്റേജുകളുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ അമിതമായിട്ടുള്ള സ്ട്രെസ്സ് നിങ്ങളെ വളരെ വേഗം നിങ്ങളെ ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക് തള്ളിവിടും. വെരി കോമൺ വിച്ച് ഈസ് വെരി കോമൺ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ മുൻകൂട്ടി ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ ജീവിതശൈലിയിൽ മോഡിഫൈ ചെയ്യാനുള്ള പ്രാക്ടീസസും അതിനുവേണ്ട ഹെൽപ്പും ഗൈഡൻസും എടുക്കുന്നതും ഒരു ഒപ്റ്റിമൽ തൈറോയ്ഡ് ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ അത്യാവശ്യം. അപ്പോൾ സ്പെസിഫിക്കായിട്ട് തൈറോയ്ഡ് സപ്ലിമെൻറ്റുകളുടെ എഫക്റ്റീവ്നെസ് പ്രൂവൺ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. കഴിഞ്ഞ 125 വർഷത്തിലധികമായിട്ട് തൈറോയ്ഡ് സപ്ലിമെൻറ്റുകൾ ഇത്തരത്തിലുള്ള ഹൈപ്പോതൈറോയ്ഡ് ഫങ്ഷൻസിനെതിരെയുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള ടൂളാണെന്ന് കണ്ടെത്തി. പക്ഷേ അവിടെ ഒതുക്കി നിർത്താതെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു ഭക്ഷണ രീതികളിലും ജീവിത രീതികളിലും ദൈനംദിന കാര്യങ്ങളിലും പോഷക കാര്യങ്ങളിലൊക്കെ ഒരു സ്ട്രാറ്റജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ഫങ്ഷൻസിനെ ഒറിജിനലായിട്ടുള്ള ഒരു ഒപ്റ്റിമൽ ഫങ്ഷനോട് കൊണ്ടുവരാൻ പറ്റും എന്ന് മാത്രമല്ല, മേ ബി നമ്മൾ നേരത്തെ സംസാരിച്ച ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കാര്യമായി സ്വാധീനിക്കാവുന്ന തൈറോയിഡിനെ നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്
റീഎസ്റ്റാബ്ലിഷ് അതിൻ്റെ ഫങ്ഷൻസ് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ. കറക്റ്റ്.